ഓ നിങ്ങട് വാടാ. ഇതെന്നാ ATM ഒന്ന് പിടിച്ചേ. ഇത് എന്നാടത്? ഓ നീ ഹൗസ് വാമിങ്ങിനൊന്നും തരാത്തോണ്ട് ഞാൻ വന്ന ദിവസം എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് വന്നായിരിക്കും അല്ലേ? പറഞ്ഞു തരാം. എല്ലാം ഓക്കെ അല്ലേ? 10-15 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നൊരു വരവ് വന്നിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ്. 10-15 വർഷം കടന്നുപോയത് തന്നെ അറിഞ്ഞില്ല. ഇവിടെ കുളമായിരുന്നില്ലടാ. നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇത് കുളമായിരുന്നു. നീ പോയി ഇപ്പൊ ഇവിടെ വീടായി. പക്ഷെ ഭയങ്കര മാറ്റമുണ്ട്. ഓള്ളി പണ്ട് നമ്മൾ ഇവിടെ ഇരുന്നിടത്ത് ഒരു 3 മാങ്ങ ഉണ്ടായിരുന്നു. മാവിന്റെ മണ്ടേ കയറിയിട്ട് നമ്മൾ മാങ്ങ പറിച്ചിട്ട് മാവിലെ മാങ്ങാന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മാങ്ങ തീരുമ്പോ തെങ്ങിലെ തേങ്ങയാന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുമായിരുന്നു. ഇതൊക്കെ നീ ഓർത്തിരിക്കുകയാണല്ലേ? അയ്യോ നീ ഇങ്ങനെ നടന്നപ്പോലല്ല, നിനക്കൊരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കൂടെ പഠിച്ചവൻ 2 കെട്ടി, നിന്റെ അച്ഛൻ 3 കെട്ടി, ആ പെൺകുട്ടി 4 പ്രസവിച്ച്, നീ ആരെങ്കിലും ഒരാളെ ലൈൻ അടിച്ചെങ്കിലും കൊണ്ടുവരായിരുന്നില്ല. നീ ഗൾഫിൽ നിന്ന് 10-15 വർഷം കാര്യം ചെയ്തിട്ട് നടന്ന് ക്ഷീണിച്ചത് കൊണ്ടേ എനിക്ക് ഒത്തിരി, ഞാൻ ഈ പറഞ്ഞതുപോലെ വീട്ടുകാരെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമുക്ക് നാളെ രാവിലെ കാണിക്കാം. നീ ഈ കാലത്തൊന്നും അല്ല ജീവിക്കണേ. എന്താ നീ പണ്ട് കാലത്ത് പ്രേം നസീറൊക്കെ 10-15 വർഷമായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് അശാരതെ വാതിൽ തുറക്ക്, നിന്റെ ഭർത്താവ് 15 വർഷമായിട്ട് ഗൾഫിലായിരുന്നത് കാത്തിരിക്കുന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലാണ് പറഞ്ഞേ. ഞാനെന്തിനാ അതൊക്കെ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞ. നീ ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും കാണില്ല. ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം? വർക്കല്ലടാ എന്റെ സമയം. ഇപ്പൊ അങ്ങനെയല്ല. നീ 10-15 വർഷമായിട്ട് ഗൾഫിലല്ലായിരുന്നോ? നിന്നെ കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമല്ലോ നിന്റെ ഭാര്യ. അതെ. ആ ഭാര്യയുടെ മുമ്പിലേക്ക് നീ എങ്ങനെ വരണം? ഒറ്റയടിക്ക് ഇങ്ങനെ ചാടി വന്ന് പ്രത്യക്ഷപ്പെട്ട അതിന്റെ ഒരു ത്രില്ലുണ്ടാവൂല. ഇപ്പൊ ഉദാഹരണത്തിന് നിന്റെ ഭാര്യ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുവന്നിരിക്കട്ടെ, നീ പുറകെ കിടച്ച് നീ കണ്ണു പൊത്തിയിട്ട് ഇപ്പൊ ആരാന്ന് പറയൂ എന്ന് പറയുമ്പോൾ അവൾ ലോകത്തുള്ള എല്ലാവരുടെയും പേര് പറയും, നിന്റെ പേര് മാത്രം പറയില്ല. കണ്ണു തുറക്കുമ്പോ ആരാ നീ? അങ്ങനെയൊക്കെ സർപ്രൈസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ അവർക്ക് എന്ത് സർപ്രൈസും സർപ്രൈസ് നീ ഈ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. എല്ലാ സർപ്രൈസും കൊടുക്കാൻ പാകത്തിനുള്ള കംപ്ലീറ്റ് കണ്ട 2 പെട്ടി. ഇതിനകത്ത് 2 ഉഗ്രൻ ക്ലൂ ഉണ്ട്. എന്നാ ഞാൻ പറയും നീ തന്നയച്ചാന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയുടെ കയ്യിൽ ഞാനിത് കൊടുക്കും. അപ്പൊ എന്തായാലും പെണ്ണുമ്പോൾ ഇത് തുറക്കൂലോ. തുറക്കുമ്പോ ഇതിനകത്തൊരു കത്ത്. ഞാനിപ്പോ കത്തല്ലടാ, ഞാനിപ്പോ വാട്സപ്പ് മെസ്സേജുകളല്ലേ. നിന്നെ ഗൾഫിൽ നിന്ന് പറഞ്ഞു വിട്ടതാണോ അതോ നീ ഗൾഫിൽ നിന്ന് ലീവിന് വന്നാണോ? ഞാനൊന്ന് പറയട്ടെ ഈ സംഭവം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ക്ലൂ എന്തായിരിക്കും? മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. അടപ്പില്ലെന്ന് വെച്ചാ മറ്റത്തെ ചെപ്പിന് അടപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിണറ്. കിണറ്. ഈ കിണറ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് 2ാമത്തെ ക്ലൂ കിട്ടുന്നത്. അതെന്താ? കിളികൾക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. ആരാ? അമ്മാവൻ, നാരായണമ്മാവൻ. ആര് തൂങ്ങിയത്? അമ്മാവനല്ലേ? എടാ നിന്നെ ഒരു ഗതിക്കും പരഗതിയില്ലാത്ത നിന്റെ പെണ്ണുമ്പളുടെ പുറകെ നീ നടക്കുന്ന സമയത്ത് ഉപ്പൂറ്റി തുളഞ്ഞ ചെരുപ്പ് വെച്ച് എറിഞ്ഞവൻ അവൻ. അല്ല അതൊക്കെ പണ്ട്. പക്ഷെ അമ്മാവനല്ലടാ ഉത്തരത്തിൽ തൂങ്ങിയത്. എടാ അല്ലെന്ന്. താക്കോല്. അപ്പൊ നീ ഗൾഫിൽ പോയതിനു ശേഷം ഇതുവരെ മറന്നുപോയില്ലേ? പഴഞ്ചൊല്ലൊന്നും ഇവിടെ പറയാൻ നേരമില്ലല്ലോ. പണി മാറിയിട്ട് നേരമില്ലടാ. ആണല്ലേ? അപ്പം ഈ താക്കോലുമായിട്ട് വന്ന് നിന്റെ ഭാര്യ ഈ പൂട്ട് തുറക്കുന്നു. അവൾ പ്രതീക്ഷിക്കുന്നില്ലേ നീയാണ് ഇതിനകത്തുനിന്ന്. 15 വർഷം തുറക്കുമ്പോ 15 വർഷമായി കാത്തിരുന്ന നിന്റെ അവളുടെ ഭർത്താവ് പുഞ്ചിരിയോടെ ഒരു ഹൃദയവുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എങ്ങനെയുണ്ട് ഇതിന് മാത്രം വലിയ സർപ്രൈസ്? കൊള്ളാല്ലേ? അത് നല്ല സാധനം. പക്ഷെ ഈ നേരത്ത് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇന്നൊരു രാത്രി കഴിഞ്ഞിട്ട് നാളെ ഒരു സർപ്രൈസ് കൊടുത്താലോ? ഇന്ന് രാത്രി പുള്ളിക്കാരത്തിലൂടെ ശയിച്ചിട്ട് നാളെ നീ വേറെ സർപ്രൈസ് കൊടുക്കാനോ? നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ സർപ്രൈസ് കൊള്ളാം. ബാഗ് കയറ്റണോ? ഞാൻ കയറിയാ മതിയോ? മൊത്തം കൊളാക്കോ. നീ വാ. വല്ല കള്ളന്മാരൊന്നും അറിയത്തില്ല. അമ്മാവൻ എവിടെ കാണോ ഇരിക്കമ്മാവാ. നോക്കട്ടെ സൗണ്ട്. അവിടെ എങ്ങാണ്ടൊരു ഒച്ച കേട്ടിട്ട് ഞാൻ കേട്ടോ ഒരു സൗണ്ട്. ചെവിയേക്കത്തില്ലെന്ന് പറയുകയും ചെയ്യും. സൗണ്ട് കേട്ടു. അടുത്ത തവണ അവൻ വരുന്ന അവനെ കൊണ്ട് ഒരു AC മേടിപ്പിക്കണം. അയ്യോ AC ഇല്ലാതെ നടന്ന് ഉറങ്ങത്തില്ലയോ? എന്തൊരു ചൂടാണ്. മനുഷ്യൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം പറ്റത്തില്ല. ഒരു AC മേടിപ്പിക്കണം. എന്റെ അമ്മാവ ചേട്ടൻ എത്ര വർഷം കൊണ്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു AC വേണോന്ന്. ഈ ചൂടൊക്കെ നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ. ഞാനൊക്കെ AC ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള. നിന്റെ ഭർത്താവ് അങ്ങോട്ട് പോയി ഗമ വർത്താനം പറയില്ല കേട്ടോ. പിന്നെ അമ്മാവൻ എപ്പോഴും AC കണ്ടത്? ഞാൻ താമസിക്കുന്ന സമയത്ത് AC ഉണ്ടായിരുന്നു. പിന്നെ AC ഉണ്ടായിരുന്നു. എനിക്ക് AC ഇഷ്ടം, അവൾക്ക് AC ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ AC ഓണാക്കി, അവള് AC ഓഫ് ആക്കി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഒറ്റ ചവിട്ട് കൊടുത്തു. ജാനമ്മ ഇവള് ചേട്ടൻ വിളിച്ചോണ്ട് വെളിയിലോട്ട്. അങ്ങനെ തന്നെ എനിക്ക് മനസ്സിലായി. AC ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി, എങ്ങനത്തെ വീടായിരുന്നെന്ന് മനസ്സിലായി, എല്ലാം മനസ്സിലായി കേട്ടാ. ഞാൻ നോക്കട്ടെ എന്തോ ഒരു സൗണ്ട് ഒക്കെ ഇവിടെ പട്ടി വരയ്ക്കാൻ എന്തോ പട്ടിയുടെ വായിക്കത്തെങ്കിലും ചെന്ന് കയറാതെ ഇങ്ങോട്ട് വന്നേക്കണം. ഞാൻ പോ, ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. ബാത്റൂം ഉണ്ടായാലും വെളിയിലെ മൂത്രം ഒഴിക്കൂ.
ഇത്രയും പ്രായമായാലേ എന്തോ ഒരു മൂത്ര കാരണന്മാർക്ക് ഇത്ര മൂത്രം ഉണ്ടാവോ? പിന്നെ ഇനിയിപ്പോ ഞാൻ ഇതിനകത്ത് കയറും. നീ അതിനകത്ത് കയറ്. അല്ലാണ്ട് നീ വർത്താനം പറഞ്ഞിരിക്കരുത്. ഇരിക്കും നീയേ ഈ ലൗച്ചിനും പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് ഇറങ്ങി വരണം. ഇങ്ങനെ അപ്പൊ വിളിക്കണേ. ഞാൻ വിളിക്കാം. ചേച്ചേ ആ ആരാണ് ഞാൻ പറഞ്ഞില്ല സൗണ്ട് ഞാൻ കേട്ടത് അങ്ങോട്ട് മാറമ്മ, ഞാൻ എന്ത് കേട്ടതാണ് ഇതാ? സൗണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അയ്യോ എന്താ ഇപ്പൊ ഞാനേ ആ സമയത്ത് എന്താ വന്നേ? അല്ല, ആ സമയത്ത് ഒന്നും ഇപ്പഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ചേട്ടൻ ഗൾഫിലാണല്ലോ. ആ, ഗൾഫിലാ. ഈ ഗൾഫിലുള്ള ചേട്ടനെ ആ. പെട്ടെന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് എന്റെ ചേട്ടൻ എന്താ പറ്റിയ? അയ്യോ, എന്റെ ചേട്ടൻ എന്താ പറ്റി? പറ. എന്റെ ചേട്ടൻ എന്താ പറ്റിയത്? അവരൊന്ന് പറയട്ടെ എന്നെ ഒന്ന് പെട്ടെന്ന് എന്താ പറ്റിയത്? എന്റെ അംശം. ചീവീടിനായ പെണ്ണുമ്പളോടൊന്നും മിണ്ടായിരിക്കാൻ പറയാം, ഞാൻ പറയാതെ. അതായത് ചേട്ടൻ ഗൾഫിലാണെന്നല്ലോ, അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അയ്യോ, അപ്രതീക്ഷിതമായിട്ട് എന്റെ ചേട്ടൻ എന്താ പറ്റിയത് ചോദിക്കമ്മാവാ. എന്റെ പട്ടുനൂൽപ്പുഴു ഇതാരാ നിങ്ങളുടെ എന്റെ മരുമോളാണ്. മരുമോളാണ്? ഒന്നും മിണ്ടാതിരിക്കാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് സംഭവം എന്ന് വെച്ചാൽ ചേട്ടൻ ഗൾഫിലായിരുന്നല്ലോ, അവിടെ ഭയങ്കര ചൂടാണ്. അയ്യോ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത. ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ചേട്ടൻ ഒരു കവറ് വന്ന കൂട്ടുകാരൻ്റെ കൊടുത്തു വിട്ടു. അപ്പൊ അത് ഞാൻ ചേച്ചിക്ക് തരാൻ വേണ്ടിട്ട് വന്നതാണ്. ഇത് ആദ്യമേ അങ്ങ് പറയാൻ പറ്റുന്ന മാങ്ങത്തലയാ. എന്റെ നല്ല മാങ്ങയുടെ കൂട്ടാണ് ഇരിക്കുന്നത്, പേരക്കാടെ കൂട്ടാന്ന് എല്ലാരും പറയുന്നത്. ഇത് തുറന്നു നോക്കി, ഇപ്പൊ തന്നെ തുറന്നു നോക്കിയിട്ട് അതിനകത്തൊരു സാധനമുണ്ട്, ഒരു സർപ്രൈസ്. നോക്ക്. ഏതായാലും എന്റെ ചേട്ടൻ ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതല്ലേ. അതെ അതെ അതെ. ഞാനിത് നാളെ രാവിലെ തുറന്നു നോക്കി. നാളെ രാവിലെ ശരിയാവില്ല, ഇപ്പൊ തന്നെ തുറക്കണം. ഇപ്പൊ തന്നെ തുറന്നു എടാ, നമ്മുടെ ഭർത്താവ് കൊടുത്ത് അവക്ക് ഇഷ്ടമുള്ള സമയത്ത് തുറക്കട്ടെ. അല്ല, അങ്ങനെ ഇഷ്ടമുള്ളപ്പോ തുറക്കാൻ പറ്റില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമായി പോകും. എന്തിനാ ഇങ്ങനെ പറഞ്ഞു? അവളെ ഇഷ്ടമുള്ളപ്പോ തുറക്കട്ടെ. അതെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോഴല്ലേ എനിക്ക് തുറക്കാൻ പറ്റൂ. അല്ല, ഞാൻ ഇഷ്ടമുള്ള- രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാനിത് തുറന്നോളാം. അങ്ങനെ പറഞ്ഞ പറ്റില്ല, ശ്വാസം മുട്ടി ചത്തു പോകും. ശ്വാസം മുട്ടിയോ? അല്ല, ശ്വാസം മുട്ടിയല്ല, ദേവസിക്കുട്ടി ആ. കൊടുത്തയച്ചതാണ് ചേട്ടൻ. ദേവസ്വക്കുട്ടിയുടെ കൊടുത്തു വിട്ട ശ്വാസമുട്ടിന്നല്ല, ദേവസ്വക്കുട്ടിയുടെ കൊടുത്തു വിട്ടതാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റ്. ചേട്ടൻ തുറക്കണം. ഇല്ല, ഞാൻ ഇപ്പൊ തുറക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോ തുറക്കുന്നില്ല. അല്ല, ഞാൻ അവൻ അത്രയും പറഞ്ഞല്ലോ. അല്ല, ഇത് വേറെ സംഭവമുണ്ട്. ഇത് ചിലപ്പോ ഇത് സ്പ്രേ ആണെങ്കിലോ, സ്പ്രേ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ സ്പ്രേ പറ്റും. ആണെങ്കിൽ നാളെ കുടിച്ചിട്ട് ഞാൻ അടിച്ചോളാം. എന്നാ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇപ്പൊ ഞാൻ കുളി കഴിഞ്ഞിട്ട് പോക്കോളാം. അല്ല കുളിച്ചിട്ടാണോ നീ പോണ്ടേ? അല്ലെന്നേ, ചേച്ചി കുളിച്ചിട്ട് വന്നിട്ട് ഇത് തുറക്കൂലോ, ആ. ഇത് തുറന്നിട്ട് സ്പ്രേ അടിക്കണം. അങ്ങനെ. ആ സന്തോഷം എനിക്ക് ആസ്വദിക്കണം. എനിക്കിപ്പോ ഇത്ര നിർബന്ധമൊന്നും എന്നാ ഇനി അങ്ങ് തുറക്കാം. എന്നെ അല്ല പിന്നെ അല്ല ചേച്ചി, അത് തുറക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊരു ശല്യമാന്ന് പറയണേ. ഈ സമാധാനത്തോടെ ഞാൻ അകത്ത് പോയി തുറക്കത്തില്ലയോ? അവന് സമയമില്ലെന്ന് പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് മുന്നിലൊക്കെ കുരുക്കി വെച്ചെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവിടെ വിളിക്കുമ്പോ അവന് സമയമില്ല. സ്പ്രേ സ്പ്രേ. ഇത് മാത്രല്ല, അതിനകത്തൊരു കത്തിരിപ്പുണ്ട്. അത് വായിച്ചിട്ട് ഇപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ തരണം. ചേട്ടൻ തന്ന സ്പ്രേയുടെ കുപ്പിക്കകത്ത് നീ കൊച്ചം വെച്ചോണ്ട് വന്നിരിക്കുന്നു. ഈ സ്പ്രേ കുപ്പിക്കകത്ത് കത്തി വെച്ചോണ്ട് വന്നല്ലേടാ? അയ്യോ, അതല്ല, ഇതൊരു ക്ലൂവാ. നിങ്ങൾ ആ കത്തൊന്ന് വായിക്ക്. എന്തിന്റെ ക്ലൂ? വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ആ ഗിഫ്റ്റിലേക്കുള്ള ഒരു ചെറിയ ചെറിയ വഴികളാണിത്. ക്ലൂ. ആ. ഞാൻ ഇങ്ങനത്തെ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോ ഇതിനകത്ത് ഒരു ചെറിയ തുണ്ട് പേപ്പർ വരും, എന്നിട്ട് അതിന്റെ നമ്മളിത് പറയണം. അപ്പൊ അടുത്തത് വേറെ എടുത്ത് കാണും. ക്ലൈമാക്സ് അതാണ് ഇത് ഈ പെട്ടിക്കകത്തുള്ളത്. അയ്യോ, ദേ മറ്റൊരു പെട്ടി. ഭയങ്കര സംഭവമല്ലോ. അതെ അതെ, ചേട്ടൻ ഇത് നിറയെ കൊടുത്തയച്ചതാ. സമ്മാനമാണോ? അതെ 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 അതെ. ആ. ശരിക്കും? വായിച്ചേ, എന്തോന്ന് വായിച്ചേ നോക്കട്ടെ. ആ സമ്മാനത്തിലേക്കുള്ള ക്ലൂ ആണ് ഈ കത്തിലുള്ളത്. ഇത് പിടിച്ച്. വായിച്ചേ വായിച്ചേ. വായിക്ക് വായിക്ക്. കഴിക്കട്ടെ. ആ മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. മുറ്റത്തെ ചെപ്പിനാണ്. എന്താണ് മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല? കേട്ടോണ്ടല്ലോ, മുറ്റത്തെ ആ ചെപ്പിന് കക്കൂസ് കക്കൂസ്. കക്കൂസല്ലടാ ബേ. അല്ല അമ്മാവാ, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എനിക്കറിയാം, ഞാനിത് കേട്ടിട്ടുണ്ട്. പറ, പറ, മുറ്റത്തെ പറ. ചെപ്പിന് അടപ്പില്ല. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. യ്യോ, ഞാൻ എനിക്ക് ഉത്തരം പറയാ, ചോദ്യം തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. നീ ഞാൻ പറയട്ടെ. ആ, പറ. കിണറ് കിണറ്. 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 ആ. അടിപൊളി കിണറ്. എടാ, അപ്പൊ അവിടെ ഉണ്ട് അടുത്തതിലേക്ക് പോകാനുള്ള ക്ലൂ. കാണുന്നില്ല അമ്മ എന്റെ ഞാൻ പുറകിൽ കിണറ്റിൽ നടക്കുന്ന നീ പിടിച്ച ഞാൻ കിണറ്റിൽ അവിടെ ഇറങ്ങാം. വെക്ക്. ഞാൻ കിണറ്റിൽ ഇറങ്ങാം. കിണറ്റിൽ ഇറങ്ങി കഴിയുമ്പോ ആര് വലിച്ചു കയറ്റും? തോർത്തെടുത്തോണ്ട് വാ. ചുറ്റിനും നോക്ക്. ചുറ്റിനും നോക്കാൻ ഇതിനകത്ത് ഒന്നുമില്ലടി. ക്ലൂ തന്നോടത്ത് മാത്രം നോക്കരുത്, ബാക്കി എല്ലായിടത്തും നോക്കണം കേട്ടോ. കിണറ്റിലല്ലേ നോക്കുന്നേ? ദേ, കാണുന്നില്ല. ഇതിനകത്ത് നോക്ക്. ആ തൊട്ടിക്കകത്തുണ്ടായിരുന്നു. അയ്യോ, എടാ, എവന് ഗൾഫിൽ ഇരുന്നോണ്ട് എവന് പണിയെടുക്കാൻ സമയം ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇണ്ടപ്പോഴുമായിരിക്കും കേട്ടോ, ഇണ്ടപ്പോഴും. ഇന്നപ്പോഴത്തെ എന്ത് കുരു നിറക്കാനൊക്കെ പോയിട്ടുള്ള ആളല്ലേ? തുറക്ക്. ഇതിനകത്തുകൊണ്ട് ഒരു കത്ത്. അടിച്ച് പല്ലളക്കരുത്. സത്യം പറഞ്ഞ ഇതിനകത്ത് ക്ലൂ ആണ്. കിക്കിലിക്കാൻ കിളികിലിക്കാൻ മുത്തരത്തെ ചത്തിരിക്കും. എന്താ അത്? പല്ലി പല്ലി ഏ? പല്ലി പല്ലി. കിക്കിലിക്കും കിളികൾക്കും ഉത്തരത്തെ ചത്തിരിക്കും പല്ലിയാണോ? പല്ലിയല്ല, താക്കോൽ താക്കോൽ. താക്കോലായിരുന്നോ? താക്കോല്. ഈ ഗെയിമിലേക്കുള്ള ഷോ ഈ ക്ലൂ പെട്ടിയുടെ ആണത്. ഈ പെട്ടിയുടെ ഈ പെട്ടിയുടെ താക്കോലാണ് ഇത്. താക്കോൽ. അതെ അതെ അതെ. അത് തുറന്നത്
തീർക്കട്ടെ തുറക്ക്. ശരിക്കും അവൻ ഭയങ്കരമായിട്ടോ അല്ലെങ്കിൽ വേണ്ട നാളെ രാവിലെ നാളെ രാവിലെ തുറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ മൊത്തം പ്രശ്നമാവും. ഇന്ന് തന്നെ തുറക്കണം. ഇല്ല രാവിലെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലെ വിഗ്രഹമല്ല ഇതിന്റെ ഉള്ളിൽ വെച്ചടച്ചേക്കണം. വന്ന് കുളിച്ചിട്ട് അല്ല ഒരു കാര്യമില്ല രാവിലെ ഇത്രയും കാര്യമായിട്ട് കൊടുത്തു വിട്ടല്ലേ അപ്പൊ വെള്ളി രാവിലെ എന്റെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് ദൈവം നല്ല സ്ഥാനം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് തുറക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇത് തുറക്കുന്നുണ്ടോ? ഇപ്പൊ വേണോ? വേണം. ഇപ്പൊ തുറക്കണം. തുറന്നില്ലെങ്കിൽ ഞാൻ പല രീതിയിൽ അകത്ത് പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് തുറക്കണം. എന്തോ ചെയ്യാനെന്നാണ് തുറക്കട്ടെ തുറക്ക്. നല്ല സംഭവം കെട്ടുറച്ച് പോകണം. പെട്ടെന്ന് തുറക്ക്. പെട്ടെന്നാവട്ടെ. ടെൻഷൻ കയറുന്നു. ശ്വാസം മുട്ടുന്നു. എനിക്ക് പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ലേ? അയ്യോ ഇതിന്റെ താക്കോലല്ലത് ഇതിന്റെ താക്കോലല്ല ഒരു കാര്യം ചെയ്യും നാളെ അവിടെ കടയിൽ പോയിട്ട് വേറെ താക്കോലുണ്ട് ഇതേപോലത്തെ വേറെ താക്കോൽ മേടിച്ചോണ്ട് വന്ന് തുറക്കാം അത് അല്ലെങ്കിൽ ഒരു കാര്യം അല്ല മാറിക്കേ. മാറ്. ഞാൻ ശരിയാക്കി തരാം. എന്തെടുക്കുവാ? അയ്യോ ഇത് പൊട്ടിക്കരുത്. എന്റെ ചേട്ടൻ കൊടുത്തിട്ട് പെട്ടിയല്ലേ ഇതിനെ തല്ലി പൊട്ടിക്കില്ലേ? അല്ല അതല്ലെങ്കിൽ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമില്ല. നാളെ രാവിലെ മണിയനെ വിളിച്ചോണ്ട് പോവാ. ജീവൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ മാറും. നിങ്ങൾ തുറക്ക്. എന്തും കഷ്ടമാണ് ഞാൻ കാരണം തുറക്കുന്നത്. എനിക്ക് അതെ എനിക്ക് നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ജീവൻ പോകുന്ന ഒരു പേടിയൊക്കെ ഉണ്ട്. വെപ്രോളം പറവേ. രക്ഷപ്പെട്ടു. സർപ്രൈസ്. ഒരു മനുഷ്യന് ആയതൊരു മനുഷ്യൻ നോക്ക്. ഭിക്ഷക്കാരൻ അയ്യോ, ചേട്ടൻ. നീ ഇപ്പോഴെങ്കിലും തുറന്നത് നന്നായി. ഇല്ലെങ്കിൽ എന്നെ ഈ പെട്ടിയിൽ നിന്നും വേറൊരു പെട്ടിയിലേക്ക് കയറ്റേണ്ടി വന്നേനെ. അതേത് പെട്ടി? പറഞ്ഞുതരാം. മര്യാദക്ക് പാന്റ് ഷർട്ട് ഇട്ട് വന്ന് ഞാനാ. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാ. നീ ഇപ്പൊ എന്താ ചോദിച്ചത്? ഏത് പെട്ടിന്ന്? എടാ മരപ്പെട്ടി, ശവപ്പെട്ടി.